നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പനിച്ചു വിറച്ച് കാസർഗോഡ് ജില്ല. 10 ദിവസത്തിനുള്ളിൽ മാത്രം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയത് 3773 പേർ. വീട്ടമ്മ ബസ്സിടിച്ച് മരിച്ച സംഭവം. ചെറുവത്തൂർ സ്റ്റാൻഡിലേക്ക് അമിത വേഗത്തിൽ ബസ് ഓടിച്ചു കയറ്റിയതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കം സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. കാസർഗോഡ് വിദ്യാനഗർ പടുവടുക്കത്ത് പോത്ത് കിണറ്റിൽ വീണു. 2 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിൽ പോത്തിനെ പുറത്തെടുത്തത് ക്രെയിൻ ഉപയോഗിച്ച്. ചെർക്കള ടൗണിൽ റോഡിൽ രൂപപ്പെട്ട കുഴികൾ അപകട ഭീതി ഉണർത്തുന്നു. അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തം. മണലൂറ്റിൽ വലഞ്ഞ് വലിയ പറമ്പ്. അനധികൃത മണലൂറ്റ് മൂലം ഇടിഞ്ഞു തീരുന്ന പ്രദേശങ്ങൾ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് സന്ദർശിച്ചു. NCP രൂപീകരണത്തിന്റെ രജത ജൂബിലി ആഘോഷം നടത്തി. ജന്മദിന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പനിച്ചു വിറച്ച് കാസർഗോഡ് ജില്ല. കാലവർഷം എത്തിയതോടെയാണ് ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കുത്തനെ കൂടിയത്. 10 ദിവസത്തിനുള്ളിൽ മാത്രം 3773 പേർ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. കാലവർഷം തുടങ്ങിയതോടെ നാടെങ്ങും പനി ബാധിതരുടെ എണ്ണവും കൂടി. 10 ദിവസത്തിനുള്ളിൽ മാത്രമായി കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ 3773 രോഗികളാണ് പനിക്കായി ചികിത്സ തേടിയെത്തിയതെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ. ജൂൺ 1 മുതൽ 10 വരെയുള്ള കണക്കുകളാണിത്. പനി രോഗികൾ 51 പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പനി സ്ഥിരീകരിച്ചവരിൽ 13 പേരിൽ ഡെങ്കിപ്പനി കണ്ടെത്തി. 68 പേർ ഡെങ്കിപ്പനിയുടെ സംശയത്തിലാണ്. ഒരാളിൽ എലിപ്പനിയും 2 പേർ എലിപ്പനിയുടെ സംശയത്തിലുമാണ്. ഒരു രോഗിയിൽ മലമ്പനിയും ഒരു രോഗിയിൽ സ്ക്രബ് ടൈഫസ് ഇനത്തിലുള്ള പനിയും കണ്ടെത്തിയിട്ടുണ്ട്. പനി രോഗങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. ഗർഭിണികളും കുഞ്ഞുങ്ങളും പ്രായമായവരും മറ്റ് ഗുരുതര രോഗങ്ങളുള്ളവരും പനി രോഗങ്ങളിൽ ഏറെ ശ്രദ്ധ പുലർത്തണം. പനി പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. അതിനാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടുകയും രോഗം കണ്ടെത്തുകയും വേണം. യഥാസമയം ചികിത്സ ഉറപ്പാക്കി രോഗം ഗുരുതരമാകുന്നത് തടയുന്നതിന് ഇത് സഹായിക്കും. കൊതുക് നിർമ്മാർജ്ജനം നടത്തുകയും മലിനമായ ജലവുമായും മണ്ണുമായും സമ്പർക്കത്തിൽ വരുന്നവർ ഗംബൂട്ട്, കയ്യുറ എന്നിവ ധരിക്കുകയും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കുകയും വേണം. H1N1 പോലെയുള്ള പകർച്ചപ്പനി തടയുവാൻ കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുന്നത് ശീലമാക്കുന്നതിനൊപ്പം ആശുപത്രിയിലും പൊതു ഇടങ്ങളിലും മാസ്ക് ധരിക്കുന്നത് ശീലമാക്കുകയും വേണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിങ്കളാഴ്ച കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പ് സ്വദേശിയായ വീട്ടമ്മ ബസ്സിടിച്ച് മരിച്ച ചെറുവത്തൂർ സ്റ്റാൻഡിലേക്ക് അമിത വേഗത്തിൽ ബസ് ഓടിച്ച് കയറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കത്തിൽ ബസ് ഡ്രൈവറെ നാട്ടുകാർ മർദ്ദിച്ചു. ഇത് ചൊവ്വാഴ്ച രാവിലെ ബസ് സ്റ്റാൻഡിൽ സംഘർഷാവസ്ഥയുണ്ടാക്കി. രാവിലെ 9:30 ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലാണ് സംഭവം. ഹോൺ നീട്ടിമുഴക്കിയും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന ഭാഗത്തേക്ക് സ്വകാര്യ ബസ് അമിത വേഗതയിൽ എത്തുകയായിരുന്നു അത്രേ. ഇതേ തുടർന്ന് നാട്ടുകാരായ യാത്രക്കാരും ഓട്ടോ ഡ്രൈവർമാരും ഉൾപ്പെടുന്നവരും ബസ് ജീവനക്കാരും തമ്മിൽ വാക്തർക്കമുണ്ടായി. തുടർന്ന് മർദ്ദനമുണ്ടാവുകയായിരുന്നുവെന്നാണ് പരാതി. ബസ് സ്റ്റാൻഡിൽ ചുമതലയിലുണ്ടായിരുന്ന ഹോംഗാർഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതോടെയാണ് പോലീസ് സ്ഥലത്തെത്തി സംഘർഷാവസ്ഥ ഒഴിവാക്കിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ ബസ് മുന്നോട്ടെടുക്കുമ്പോൾ ഡ്രൈവറുടെ അശ്രദ്ധ മൂലം കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പ് സ്വദേശിയായ വീട്ടമ്മ ബസ് കയറി മരിച്ചിരുന്നു. ഇതേ തുടർന്ന് ബസ് ജീവനക്കാരോട് ശ്രദ്ധയോടെയും വേഗത കുറച്ചും വാഹനമോടിക്കുവാൻ നാട്ടുകാർ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനിടയിലാണ് ചൊവ്വാഴ്ച രാവിലെ അമിത വേഗതയിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് ഓടിച്ച് കയറ്റിയതെന്ന് യാത്രക്കാരും ഓട്ടോ ഡ്രൈവർമാരും പറഞ്ഞു. സംഭവത്തിൽ ബസ് ഡ്രൈവറെ മർദ്ദിച്ചുവെന്നാരോപിച്ച് ബസ് ജീവനക്കാർ ചന്ദേര പോലീസിൽ പരാതി നൽകി. 2 വിഭാഗത്തുള്ളവരെയും ചന്ദേര SI M സുരേശൻ വിളിച്ചു ചേർത്ത് ചർച്ച നടത്തി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് വിദ്യാനഗർ പടുവടുക്കത്ത് അറുക്കാൻ കൊണ്ടുപോവുകയായിരുന്ന പോത്ത് മതിൽ ചാടുന്നതിനിടെ കിണറ്റിൽ വീണു. 25 കോൽ ആഴവും 10 അടിയിലേറെ വെള്ളവുമുള്ള കിണറ്റിലാണ് പോത്ത് വീണത്. 2 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിൽ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ക്രെയിൻ ഉപയോഗിച്ചാണ് പോത്തിനെ പുറത്തെടുത്തത്.
അറുക്കാൻ കൊണ്ടുപോവുകയായിരുന്ന പോത്ത് മതിൽ ചാടുന്നതിനിടെ കിണറ്റിൽ വീണു. കാസർഗോഡ് വിദ്യാനഗർ പടുവെടുക്കത്താണ് സംഭവം. പടുവെടുക്കം അബൂബക്കർ, ഷാപ്പിർ എന്നിവരുടെ പോത്താണ് അറുക്കാൻ കൊണ്ടുപോകുന്നതിനിടെ കയറിന്റെ കെട്ടഴിഞ്ഞ് മതിൽ കടക്കുന്നതിനിടെ തൊട്ടടുത്ത ഹമീദ് എന്നയാളുടെ കിണറ്റിൽ വീണത്. 25 കോൽ ആഴവും 10 അടിയിലേറെ വെള്ളവുമുള്ള കിണറ്റിലാണ് പോത്ത് വീണത്. വിവരമറിയിച്ചതിനെ തുടർന്ന് കാസർഗോഡ് നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി. കിണറ്റിലിറങ്ങി കഴുത്തിലെ കയറിൽ കുടുക്കിയിട്ട് തല ഉയർത്തുകയും ക്രെയിൻ ഉപയോഗിച്ച് പോത്തിനെ പുറത്തെടുക്കുകയുമായിരുന്നു. 2 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും പോത്തിനെ പുറത്തെടുത്തത്. തുടർന്ന് ഉടമസ്ഥന് കൈമാറി. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബി ഷംനാഥ്, KS ശരൺ സുന്ദർ എന്നിവരാണ് കിണറ്റിലിറങ്ങിയത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN വേണുഗോപാൽ, K ലിനിൻ, KR അജേഷ് എന്നിവരും രക്ഷാദൗത്യ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കള ടൗണിൽ റോഡിൽ രൂപപ്പെട്ട കുഴികൾ അപകട ഭീതി ഉണർത്തുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി കഴിഞ്ഞ വർഷം അടച്ച കുഴികളാണ് ഇക്കുറിയും അപകടത്തിലേക്ക് വാതുറക്കുന്ന പാതാള കുഴികളായത്. ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ വീണുള്ള അപകടം ഇവിടെ പതിവാണ്. ചെർക്കള ടൗണിൽ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലാണ് കുഴികൾ അപകടഭീതി ഉയർത്തുന്നത്. ചെർക്കളയിൽ നിന്ന് ജാൽസൂറിലേക്കും കല്ലടുക്കയിലേക്കുമുള്ള അന്തർ സംസ്ഥാന പാതയിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടത്. ചെർക്കളയിൽ നിന്ന് ബദിയടുക്ക ഭാഗത്തേക്കും മുള്ളേരിയ ഭാഗത്തേക്കും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ ഇടുന്നതിന് റോഡിനു കുറുകെ 4 വർഷം മുൻപ് കുഴിയെടുത്തിരുന്നു. പൈപ്പുകൾ ഇട്ടതിനു ശേഷം കുഴി മൂടി കരാറുകാരൻ നല്ല രീതിയിൽ ടാർ ചെയ്തിരുന്നില്ല. ഇത് കാരണം കഴിഞ്ഞ വർഷം റോഡിനു കുറുകെ അപകട ഭീതി ഉയർത്തും വിധം കുഴികൾ രൂപപ്പെട്ടിരുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി കഴിഞ്ഞ വർഷം കോൺക്രീറ്റ് മിശ്രിതമിട്ട് കുഴികൾ അടയ്ക്കുകയും ചെയ്തിരുന്നു. മഴക്കാലം തുടങ്ങിയതോടെയാണ് ഈ കുഴികളിൽ നിന്നും മണ്ണൊഴുകിപ്പോയി ഇക്കുറിയും അപകടത്തിലേക്ക് വാതുറക്കുന്ന പാതാള കുഴികളായത്. താൽക്കാലിക പരിഹാരമാണെന്നും മഴ മാറിയാലുടൻ മികച്ച രീതിയിൽ ടാർ ചെയ്യുമെന്നും കഴിഞ്ഞ വർഷം ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിരുന്നു. അധികൃതരുടെ വാക്ക് പാഴ്വാക്കായാണ് ഇക്കുറിയും വലിയ കുഴികൾ രൂപപ്പെടാനിടയാക്കിയത്. മഴ ശക്തമായതോടെ കുഴികളുടെ ആഴം അനുദിനം കൂടുകയാണ്. ചെളിവെള്ളം കെട്ടിനിൽക്കുന്ന കുഴികളിൽ ഇരുചക്ര വാഹന യാത്രക്കാർ രാത്രികാലങ്ങളിൽ ആഴം മനസ്സിലാകാതെ വീഴുന്നത് പതിവായിട്ടുണ്ട്. ജീവനുകൾ പൊലിയാതിരിക്കുവാൻ റോഡിലെ കുഴികളടക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും ടൗണിലെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. വിഷയത്തിൽ ബന്ധപ്പെട്ടവർക്ക് ചെർക്കള ഫൗണ്ടേഷൻ ചെയർമാൻ നാസർ ചെർക്കള നിവേദനം നൽകിയിട്ടുണ്ട്. അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരം ഉൾപ്പെടെ നടത്തുമെന്ന് നാസർ ചെർക്കള പറഞ്ഞു. ഇത് എല്ലാ വർഷവും മഴക്കാലമായാൽ ഈ ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത്. കഴിഞ്ഞ വർഷം ആദ്യം അറ്റകുറ്റപ്പണിയും പിന്നീട് പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കോൺക്രീറ്റ് ചെയ്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ 1 വർഷം കഴിഞ്ഞിട്ടാകുമ്പോൾ ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ് ഇങ്ങനെ. ഇത് വലിയ രീതിയിൽ വാഹനാപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുവരുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് നമുക്ക് ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ എഞ്ചിനീയർമാരെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്, കത്തയക്കുന്നുണ്ട്, MLA ബന്ധപ്പെടുന്നുണ്ട്.
എന്നിട്ടും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ അടക്കം ബന്ധപ്പെട്ടപ്പോൾ ഉടനടി ഇതിൻ്റെ പരിഹാരം കാണാം, പെർമനന്റ് സൊല്യൂഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എത്ര ദിവസം ഇതിനെടുക്കും എന്നുള്ളത് കൃത്യമല്ല, ഫണ്ട് അവൈലബിൾ ആണോ എന്നുള്ളത് കൃത്യമല്ല. സർക്കാരിൻ്റെ ഫണ്ട് യഥാസമയം ലഭിക്കുകയാണെങ്കിൽ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. മഴ തുടങ്ങിയതോടെ ജില്ലയിലെ പല പ്രധാന പാതകളിലും വൻ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു തവണയുണ്ടാകുന്ന കുഴികൾ അടച്ചാൽ മഴക്കാലമാകുമ്പോൾ അത് വലിയ കുഴികളായി മാറുന്നു. വെള്ളം നിറഞ്ഞ് മറഞ്ഞിരിക്കുന്ന ഈ കുഴികൾ വാഹനയാത്രക്കാർക്ക് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മണലൂറ്റൽ മൂലം ഒരു ദ്വീപ് ഇല്ലാതായാൽ ഇവിടെയുള്ള മനുഷ്യർ എവിടെ പോകുമെന്ന ആശങ്കയിലാണ് വലിയ പറമ്പുകാർ. മാവില കടപ്പുറം ഒരിയറ മേഖലയിൽ കായലിലെ അനധികൃത മണലൂറ്റ് മൂലം ഇടിഞ്ഞുതീരുന്ന പ്രദേശങ്ങൾ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് സന്ദർശിച്ചു. വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങൾ കരയിടിച്ചിലിനെ തുടർന്നും കടലാക്രമണത്തെ തുടർന്നും ഇല്ലാതാകുന്ന സ്ഥിതിയിലായതോടെയാണ് പരാതിയുമായി വലിയ പറമ്പിലെ ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിനെ സമീപിച്ചത്. അഴിമുഖത്ത് ആഴം കൂട്ടുന്നതിന്റെ ഭാഗമായി മണൽത്തിട്ടകൾ നീക്കുന്നതിന് കാലങ്ങളായി ഇവിടെ നിന്ന് മണൽ നീക്കുന്നുണ്ട്. പോർട്ടിന്റെ കീഴിൽ നൽകുന്ന മണൽ പാസ് മൂലം തന്നെ ടൺ കണക്കിന് പുഴമണലാണ് ദിവസവും എടുക്കുന്നത്. ഇതിന്റെ മറവിലും രാപ്പകൽ വ്യത്യാസമില്ലാതെ 100 കണക്കിന് തോണികൾ ഓരോ ദിവസവും അനധികൃതമായും മണലെടുത്തുകൊണ്ടിരിക്കുന്നതായി ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതുമൂലം കരയിടിച്ചിൽ അതിശക്തമായ രീതിയിൽ തുടരുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ചിലവിൽ നിരവധി ഘട്ടങ്ങളിലായി നിർമ്മിച്ചിട്ടുള്ള പുഴ ഭിത്തികളും സമീപ റോഡുകളും കരയിടിച്ചിലിനൊപ്പം തകർന്നു പോകുന്നുമുണ്ട്. നിരവധി തെങ്ങുകൾ നശിച്ചു. സുലഭമായി ലഭിച്ചുകൊണ്ടിരുന്ന ശുദ്ധമായ കുടിവെള്ളത്തിലേക്ക് ഉപ്പുവെള്ളം കയറി കുടിക്കുവാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ദ്വീപ് നിവാസികൾ. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വലിയപറമ്പ് പഞ്ചായത്ത് ഭരണസമിതി തിങ്കളാഴ്ച കളക്ടറെ കണ്ടത്. തുടർന്ന് സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദിനെ ജില്ലാ കളക്ടർ പ്രദേശത്തേക്ക് അയക്കുകയായിരുന്നു. സാഹചര്യം വിലയിരുത്തിയ സബ് കളക്ടർ കളക്ടർക്ക് ഉടൻ റിപ്പോർട്ട് കൈമാറുമെന്ന് ഭരണസമിതിയെ അറിയിച്ചു. 1-ാം വാർഡിന് പുറമെ 10, 11, 12, 13 തുടങ്ങിയ വാർഡുകളിലാണ് മണലൂറ്റ് മൂലം ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം ഏതാനും മീറ്റർ നീളത്തിൽ കര കടലെടുക്കുകയും തെങ്ങുകളും കാറ്റാടിമരങ്ങളും കടപുഴകുകയും ചെയ്തു. കടലേറ്റം പ്രതിരോധിക്കുവാൻ നട്ടുവളർത്തിയ കാറ്റാടിമരങ്ങളാണ് കടലെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ബില്ലവ സംഘം ജനറൽ ബോഡി യോഗം നടന്നു. കറന്തക്കാട് ശ്രീനാരായണ ഗുരു സഭാഭവനത്തിലായിരുന്നു യോഗം സംഘടിപ്പിച്ചത്. ബില്ലവ സേവാ സംഘം പ്രസിഡന്റ് എ കേശവ അധ്യക്ഷത വഹിച്ചു. കറന്തക്കാട് ബില്ലവ സംഘം ജനറൽ ബോഡി യോഗം കറന്തക്കാട് ശ്രീനാരായണ ഗുരു സഭാഭവനത്തിൽ നടന്നു. രാവിലെ പതാക ഉയർത്തലോടുകൂടി യോഗത്തിന് തുടക്കമായി. ബില്ലവ സേവാ സംഘം പ്രസിഡന്റ് എ കേശവ അധ്യക്ഷത വഹിച്ചു. ബില്ലവ സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് എ കേശവ പറഞ്ഞു. സംഘത്തിലെ മുതിർന്ന അംഗം രഘു മീപ്പുഗിരി സംബന്ധിച്ചു. സംഘം സെക്രട്ടറി പ്രേംജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘം ട്രഷറർ അശോക് വാർഷിക കണക്ക് അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഓണററി പ്രസിഡന്റായി എ കേശവ ബീരൻ ബയലിനെയും പ്രസിഡന്റായി രഘു മീപ്പുഗിരിയെയും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി സുകീർത്തി, പ്രേംജിത്ത്, ഹരീഷ് KR, മാലതി ജയശീല എന്നിവരെയും തിരഞ്ഞെടുത്തു. ഹരികാന്ത് കാസർഗോഡാണ് ജനറൽ സെക്രട്ടറി. ജോയിന്റ് സെക്രട്ടറിമാരായി മൈന്ദപ്പ, കമലാക്ഷ എന്നിവരെയും ട്രഷററായി ഷമ്മി കുമാറിനെയും തിരഞ്ഞെടുത്തു. പ്രേംജിത്ത് സ്വാഗതവും ഹരീഷ് KR നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗലാപുരം കർണാടക ബാങ്ക് ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ താളിപ്പടുപ്പ് സത്യസായി അഭയനികേതനിലേക്ക് സ്കൂൾ വാഹനം കൈമാറി. കർണാടക ബാങ്ക് മംഗലാപുരം DGM വസന്ത R ഹെർലെ സത്യസായി അഭയനികേതനിലെ പ്രസിഡന്റ് ഡോക്ടർ BS ഖണ്ഡികയ്ക്ക് താക്കോൽ കൈമാറി ഉദ്ഘാടനം ചെയ്തു. മംഗലാപുരം കർണാടക ബാങ്ക് ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ CSR ഫണ്ടിൽ നിന്ന് കാസർഗോഡ് താളിപ്പടുപ്പ് സത്യസായി അഭയനികേതനിലേക്ക് അനുവദിച്ച സ്കൂൾ വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. കർണാടക ബാങ്ക് മംഗലാപുരം DGM വസന്ത R ഹെർലെ സത്യസായി അഭയനികേതനിലെ പ്രസിഡന്റ് ഡോക്ടർ BS ഖണ്ഡികയ്ക്ക് താക്കോൽ കൈമാറി ഉദ്ഘാടനം ചെയ്തു. ದಕ್ಷಿಣ ಕನ್ನಡ ಆಗಲಿ ಎಲ್ಲೇ ಒಂದು ಎಜುಕೇಷನ್ ಶಿಕ್ಷಣ, ಇನ್ನೊಂದು ಹೆಲ್ತ್, ಎನ್ವೈರನ್ಮೆಂಟ್, ಈ 3-4 ಇದರಲ್ಲಿ ಮುಂದಾಳಿಕೆಯಲ್ಲಿ ಅವರು ನಾವು ಸ್ಪಾನ್ಸರ್ಶಿಪ್ CSR ಆ್ಯಕ್ಟಿವಿಟಿ ಅಂತ ಹೇಳ್ತೇವೆ, ಇದೆಲ್ಲ ಮುಂದೆ ಬರಲಿ ಅಂತ. ಸೊ ಎಜುಕೇಷನಿಗೆ ನಿಮ್ಮ ಬಸ್ ಎಲ್ಲ ಬರುವಾಗ ಎಜುಕೇಷನ್ 100 ವರ್ಷದಿಂದ ನಾವು ಮಾಡ್ತಾ ಇದ್ದೇವೆ, ಅದು ನಮ್ಮ ಕರ್ತವ್ಯ ಅಂತ ಹೇಳುವಂಥದ್ದು ಒಂದು ಭಾವನೆಯಿಂದ ಬ್ಯಾಂಕ್. ಹಾಗೆ
1300 ಕೋಟಿ ಪ್ರಾಫಿಟ್ ಗಳಿಸಿದ ಬ್ಯಾಂಕ್ ಒಂದೇ ವರ್ಷ ನಷ್ಟ ಇಲ್ಲದೆ 100 ವರ್ಷ ಬದುಕಿದ್ದೆಲ್ಲ ನಿಮ್ಮ ಕೃಪೆ, ನಿಮ್ಮ ಸಹಯೋಗ, സപ്പോർട്ടിന് ಬಂದಿದೆ. ചടങ്ങിൽ BSS അഭയനികേതനിലെ പ്രസിഡന്റ് ഡോക്ടർ BS ഖണ്ഡികെ അധ്യക്ഷത വഹിച്ചു. കർണാടക ബാങ്ക് ക്ലസ്റ്റർ ഹെഡ് ചീഫ് മാനേജർ K സുജിത് കുമാർ, കാസർഗോഡ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് A ശ്രീജിത്ത്, കാസർഗോഡ് AEO അഗസ്റ്റിൻ ബെർണാഡ്, കർണാടക ബാങ്ക് കാസർഗോഡ് ബ്രാഞ്ച് മാനേജർ A ഹരിലാൽ എന്നിവർ സംസാരിച്ചു. BSS അഭയനികേതൻ സെക്രട്ടറി P ലത സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി B പ്രേംപ്രകാശ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ക്യാപ്റ്റൻ KMK നമ്പ്യാരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെങ്കള ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ ബാലടുക്ക അങ്കണവാടിയിൽ കുട്ടികളുടെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. മധുരം വിതരണം ചെയ്തും പുസ്തകങ്ങളും പഠനോപകരണങ്ങളും നൽകിയും നവാഗതരായ കുരുന്നുകളെ വരവേറ്റു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് ബാലടുക്കയിലെ 99-ാം നമ്പർ അങ്കണവാടിയിൽ കുട്ടികളുടെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. മധുരം വിതരണം ചെയ്തും പുസ്തകങ്ങളും പഠനോപകരണങ്ങളും നൽകിയും നവാഗതരായ കുരുന്നുകളെ ഊഷ്മളമായി വരവേറ്റു. ചടങ്ങിൽ വാർഡ് മെമ്പർ ചിത്രകുമാരി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളായ കൊറകൻ മാസ്റ്റർ, ഹനീഫ കരിങ്ങപ്പള്ളം തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു. രാധാകൃഷ്ണ നായിക് പൈക്ക സ്വാഗതവും ശിവരാമ ബാലടുക്ക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബാക്കുട സമാജ കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടായ്മയിലെ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം നടത്തി. മഞ്ചേശ്വരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ SSLC, +2 ബിരുദം, മാസ്റ്റേഴ്സ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രതിഭാ പുരസ്കാര വിതരണവും നടന്നു. ബാക്കുട സമാജ കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടായ്മയിലെ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും SSLC, +2 ബിരുദം, മാസ്റ്റേഴ്സ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രതിഭാ പുരസ്കാര വിതരണവും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ബാക്കുട സമുദായത്തിലെ നാഗബ്രഹ്മം 18 ദേവതാ സമിതി ചെയർമാൻ ശങ്കര അടുക്ക നിർവഹിച്ചു. ബാക്കുട സമാജ് കേന്ദ്ര സമിതി പ്രസിഡന്റ് സുജാത S മഞ്ചേശ്വരം അധ്യക്ഷത വഹിച്ചു. വിജയകുമാർ അമ്പലമൊഗരു, വിജയ പണ്ഡിറ്റ് മംഗൽപാടി, പ്രവീൺ കൊടേഞ്ചീർ, ഭാസ്കര പച്ചലമ്പാറ, പ്രവീൺ മഞ്ചേശ്വരം, മഞ്ജുനാഥ് കാർലെ, സുമംഗല പൊസോട്ട് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അബൂഹയിൽ KMCC PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ ജനാധിപത്യ ഇന്ത്യ പ്രതീക്ഷയും പ്രത്യാശയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. UAE KMCC പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജനാധിപത്യ ഇന്ത്യ പ്രതീക്ഷയും പ്രത്യാശകളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. അബൂഹയിൽ KMCC PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ UAE KMCC പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മഹാരാജ്യത്തെ വിദ്വേഷ രാഷ്ട്രീയത്തിലൂടെ എക്കാലവും ഭരിക്കാമെന്ന് കരുതിയവരുടെ ഹുങ്കിനേറ്റ തിരിച്ചടിയാണ് പൊതു തെരഞ്ഞെടുപ്പ് ഫലമെന്നും ഇന്ത്യയിലെ സാധാരണ ജനം ജനാധിപത്യവും മതേതരത്വവുമാണ് ആഗ്രഹിക്കുന്നത് എന്നും പുത്തൂർ റഹ്മാൻ അഭിപ്രായപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. PK അൻവർ നഹ, AA ജലീൽ, ഡോക്ടർ ഷെരീഫ് പോവൽ, ഖാദർ അരിപ്പാമ്പ്ര, ഹുസൈനർ ഹാജി, ഹംസ തൊട്ടി, മുറിച്ചാണ്ടി ഇബ്രാഹിം, KPA സലാം, അബ്ദുള്ള ആറങ്ങാടി, അഫ്സൽ മെട്ടമൽ, സജി ബേക്കൽ, ഹരീഷ് മേപ്പാട്, അഹമ്മദ് അലി ബെണ്ടിച്ചാൽ, ഫൈസൽ പട്ടേൽ എന്നിവർ സംസാരിച്ചു. ഹനീഫ് TR സ്വാഗതവും ഡോക്ടർ ഇസ്മായിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഇശൽ സന്ധ്യയും കൈമുട്ടിപ്പാട്ട് വരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോടോത്ത് ITIയുടെ സ്വന്തമായൊരു കെട്ടിടമെന്ന സ്വപ്നം എന്ന് യാഥാർത്ഥ്യമാവും? അധ്യയന വർഷം തുടങ്ങുമ്പോഴും ITI താൽക്കാലിക കെട്ടിടത്തിൽ തന്നെ. കെട്ടിടമൊരുക്കാൻ സ്ഥലം കൈമാറി കിട്ടിയെങ്കിലും നിർമ്മാണം തുടങ്ങണമെങ്കിൽ ഇനിയും കാത്തിരിക്കണം. 2017 നവംബറിൽ ആരംഭിച്ച ITIക്ക് സ്വന്തമായി സ്ഥലം ഇല്ലായിരുന്നു. കോടോംബളൂർ പഞ്ചായത്തിൽ 2 ട്രേഡുകളോടെയാണ് ITI അനുവദിച്ചത്. തുടർന്ന് പഞ്ചായത്ത് ഒരുക്കിയ താൽക്കാലിക കെട്ടിടത്തിലാണ് പ്രവർത്തനം തുടങ്ങിയത്. കെട്ടിടം ഒരുക്കാൻ 2020-21 സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപ നീക്കിവെച്ചെങ്കിലും സ്ഥലം അനുവദിച്ചു കിട്ടാത്തതിനാൽ നടപ്പായില്ല.
ഇതോടെ പഞ്ചായത്ത് അധികൃതർ അന്നത്തെ റവന്യൂ മന്ത്രിയും നിലവിലെ MLAയുമായ ഇ ചന്ദ്രശേഖരന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതോടെ കോടോത്ത് കാഞ്ഞിരത്തിങ്കാലുള്ള റവന്യൂ ഭൂമിയിൽ നിന്ന് 1.7 ഏക്കർ ITIക്ക് വിട്ടു നൽകാൻ തീരുമാനമായി. എന്നാൽ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് സ്ഥലം കൈമാറുന്നത് അനന്തമായി നീണ്ടു. ഇതോടെ ഓരോ വർഷവും താൽക്കാലിക സൗകര്യത്തിൽ വിദ്യ അഭ്യസിക്കേണ്ട ഗതികേടിലുമായി വിദ്യാർത്ഥികൾ. ഒടുവിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് 2022 ഡിസംബറിൽ വ്യവസായ വകുപ്പിന് സ്ഥലം കൈമാറി കിട്ടി. എന്നാൽ 1.5 വർഷം പിന്നിട്ട് പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്തും കെട്ടിട നിർമ്മാണം മണ്ണ് പരിശോധനയിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. കോടോമ്പളൂർ പഞ്ചായത്ത് ITI നമുക്ക് അനുവദിച്ച് പ്രവർത്തനം ആരംഭിച്ചത് 2017 അതിപ്പോൾ താൽക്കാലിക ബിൽഡിങ്ങിലാണുള്ളത്. ഇപ്പോൾ എരിമുക്കുളം യുവതാര ക്ലബിൻ്റെ ബിൽഡിങ്, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഒരു ബിൽഡിങ്, ഇതൊക്കെ കൂട്ടി നമ്മുടെ ലൈബ്രറി ഇതെല്ലാം കൂട്ടിയിട്ട് അതിലാണിപ്പോൾ ലൈബ്രറി ITI പ്രവർത്തിക്കുന്നത്. അപ്പോൾ പെർമനൻ്റായിട്ട് ഒരു ബിൽഡിങ്ങിന് വേണ്ടി നമുക്ക് ആദ്യം സ്ഥലം ഉണ്ടായിരുന്നില്ല. ആ സ്ഥലത്തിൻ്റെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഒരു ഗവൺമെൻറ് സ്ഥലം നമ്മൾ കണ്ടെത്തി ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് അനുവദിച്ച് കിട്ടി. അതിൻ്റെ കുറേ നമ്മൾ പേപ്പർ വർക്കുകളാകുന്നതുകൊണ്ട് കുറച്ച് കളക്ടറും ഇവരൊക്കെ ഇടപെട്ട്, അതുപോലെ തന്നെ നമ്മളെ അന്ന് മന്ത്രിയായിരുന്നത് നമ്മുടെ ചന്ദ്രശേഖരൻ MLA ആയിരുന്നു. അയാൾ മന്ത്രിയാകുന്ന സമയത്ത് അയാളടക്കം ഇടപെട്ടുകൊണ്ട്, അതുപോലെ തന്നെ കളക്ടർ സുജിത് ബാബു സാറ് ഇവരൊക്കെ ഇടപെട്ട് നമുക്ക് ആ സ്ഥലം IT ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറി. അതായത് 2020 IT ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറിയത്. ഡീറ്റെയിൽഡ് ആർക്കിടെക്ചർ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് കോഴിക്കോട് ആർക്കിടെക്ചർ വിങ്ങിലേക്ക് അയച്ചിട്ടുള്ളതെന്നാണ് PWയിൽ നിന്ന് കിട്ടിയ വിവരം. പിന്നെ ഇവിടെ നിലവിൽ ഏറ്റവും വലിയ പ്രശ്നം ട്രാഫിക് പ്രശ്നമാണ്. ഇതിൽ കൂടെ ബസ് കുറവായതുകൊണ്ട് ഒടയഞ്ചാലിൽ നിന്ന് കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ 50% മുതൽ 70% വരെ ST കുട്ടികളാണ്. ഒരുപാട് പരാധീനതകളുള്ള ITI ആണ്. കാരണം കുട്ടികൾക്ക് ഒരു നല്ല വാട്ടർ പ്യൂരിഫയർ വെക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. 6.15 കോടി രൂപയാണ് കെട്ടിടത്തിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ പൊതുമരാമത്ത് കെട്ടിട നിർമ്മാണ വിഭാഗം നിർമ്മാണ കരാറെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. നിലവിൽ കെട്ടിടത്തിന്റെ പ്ലാൻ തയ്യാറാക്കി ആർക്കിടെക്ട് വിഭാഗത്തിന് കൈമാറിയതായാണ് വിവരം. കരാർ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അവരുടെ അനുമതി കൂടി ലഭിക്കണം. ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളാലാണ് സ്ഥലം വിട്ടുകിട്ടിയിട്ടും കെട്ടിട നിർമ്മാണം വൈകുന്നത്. പ്ലംബർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളാണ് നിലവിൽ ITIയിലുള്ളത്. 2 ട്രേഡുകളിലായി 88 വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. പുതിയ കെട്ടിടം ഒരുങ്ങിയാൽ ചുരുങ്ങിയത് പുതിയ 2 ട്രേഡുകൾ കൂടി തുടങ്ങാനുള്ള സാധ്യത തെളിയും. ഇത് ജില്ലയിലെ മലയോരത്തെ വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമാകും. ന്യൂസ് ബ്യൂറോ, രാജപുരം. NCP രൂപീകരണത്തിന്റെ രജത ജൂബിലി ആഘോഷം നടത്തി. കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ജന്മദിന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. NCPS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാർട്ടി രൂപീകരണത്തിന്റെ രജത ജൂബിലി ആഘോഷം നടത്തി. കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപത്തിന് സമീപം NCPS ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര പതാക ഉയർത്തി. തുടർന്ന് പാർട്ടി ഓഫീസിൽ ചേർന്ന ജന്മദിന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി C ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ T ദേവദാസ്, രാജു കൊയ്യൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഉദനൂർ സുകുമാരൻ, AT വിജയൻ, ദാമോദരൻ വെള്ളികെ, സീനത്ത് സതീശൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ നിലാങ്കര, പുതുമ ബ്ലോക്ക് പ്രസിഡന്റ് നാസർ പള്ളം, NYC ജില്ലാ പ്രസിഡന്റ് ഡിജോ സെബാസ്റ്റ്യൻ, NMC ജില്ലാ സെക്രട്ടറി P രമ്യ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി T നാരായണൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി OK ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോ തൊഴിലാളി യൂണിയൻ INTUC കാഞ്ഞങ്ങാട് ഡിവിഷൻ വാർഷിക സമ്മേളനവും അനുമോദനവും നടത്തി. ഹോസ്ദുർഗ് ബാങ്ക് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. INTUC ഓട്ടോ തൊഴിലാളി യൂണിയന്റെ കാഞ്ഞങ്ങാട് ഡിവിഷൻ വാർഷിക പൊതുയോഗവും SSLC +2 പരീക്ഷകളിൽ വിജയിച്ച തൊഴിലാളികളുടെ മക്കൾക്കുള്ള അനുമോദനവും ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്നു. KPCC അംഗം M അസേനാർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് AK കോരൻ അധ്യക്ഷത വഹിച്ചു. CO സജി, VV സുധാകരൻ, PV ബാലകൃഷ്ണൻ, M കുഞ്ഞികൃഷ്ണൻ, പ്രവീൺ തോയമ്മൽ, KP ബാലകൃഷ്ണൻ, V ബാലകൃഷ്ണൻ, സതീഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഡിവിഷൻ സെക്രട്ടറി ചന്ദ്രൻ കല്ലിങ്കാൽ സ്വാഗതവും സലാം കുത്തിക്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സൗത്ത് പനങ്കാവ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പുരുഷ സഹായ സംഘം അനുമോദന സദസ്സ് നടത്തി. രക്ഷാധികാരി കൃഷ്ണൻ പനങ്കാവ് ഉദ്ഘാടനം ചെയ്തു.
SSLC +2 വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കി കാഞ്ഞങ്ങാട് സൗത്ത് പനങ്കാവ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പുരുഷ സഹായ സംഘം. രക്ഷാധികാരി കൃഷ്ണൻ പനങ്കാവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് തമ്പാൻ പനങ്കാവ് അധ്യക്ഷനായി. സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പിള്ള സ്വാഗതവും ട്രഷറർ മോഹനൻ പനങ്കാവ് നന്ദിയും പറഞ്ഞു. ഗംഗാധരൻ പനങ്കാവ്, അശോകൻ പനങ്കാവ്, ചന്ദ്രൻ പനങ്കാവ്, രാമകൃഷ്ണൻ, രാജീവൻ, അനീഷ് എന്നിവർ സംസാരിച്ചു. പി അഭിനവ്, NV അഭിഷേക്, M അതുൽ, അതിരത് കൃഷ്ണ, P ഗോപിക, P ദേവിക, KS അഭിഷേക് എന്നീ വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പനിച്ചു വിറച്ച് കാസർഗോഡ് ജില്ല. 10 ദിവസത്തിനുള്ളിൽ മാത്രം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയത് 3773 പേർ. വീട്ടമ്മ ബസ് ഇടിച്ച് മരിച്ച സംഭവം. ചെറുവത്തൂർ സ്റ്റാൻഡിലേക്ക് അമിത വേഗത്തിൽ ബസ് ഓടിച്ചു കയറ്റിയതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കം സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. കാസർഗോഡ് വിദ്യാനഗർ പടുവടുക്കത്ത് പോത്ത് കിണറ്റിൽ വീണു. 2 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിൽ പോത്തിനെ പുറത്തെടുത്തത് ക്രെയിൻ ഉപയോഗിച്ച്. ചെർക്കള ടൗണിൽ റോഡിൽ രൂപപ്പെട്ട കുഴികൾ അപകട ഭീതി ഉണർത്തുന്നു. അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തം. മണലൂറ്റിൽ വലഞ്ഞ് വലിയ പറമ്പ്. അനധികൃത മണലൂറ്റ് മൂലം ഇടിഞ്ഞു തീരുന്ന പ്രദേശങ്ങൾ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് സന്ദർശിച്ചു. NCP രൂപീകരണത്തിന്റെ രജത ജൂബിലി ആഘോഷം നടത്തി. ജന്മദിന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.